ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടെടുക്കാൻ വിളനിലങ്ങൾ എന്നുള്ള 8ാം ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ അധ്യായം 3 വീണ്ടെടുക്കാൻ വിളനിലങ്ങൾ. ആദ്യം ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യ ദൗർലഭ്യത്തിനെ കുറിച്ചിട്ടാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ടും ഒക്കെയാണ് ആദ്യത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത്. നല്ല നാളേക്ക് എല്ലാവരും ആരോഗ്യമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ എന്താണ് ഭക്ഷ്യസുരക്ഷ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യം. അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ ഭീതിയോ പോഷകക്കുറവുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്തൊരു സമൂഹ സൃഷ്ടിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് വളരെ അനിവാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൃഷി എങ്ങനെയാണ്, കൃഷിയിടത്തിൻ്റെ വിസ്തൃതി, ഉൽപ്പാദനം, ജനസംഖ്യ ഓരോ വർഷത്തിൻ്റെയും കാണിച്ചേക്കാണ്. 2011 വരെയുള്ള ഡാറ്റയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2011 വരുമ്പോഴേക്കും കൃഷിയിടത്തിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞെങ്കിൽ അത് കുറഞ്ഞു വരുന്നു. അതിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതും വീണ്ടും കുറഞ്ഞു വരുന്നു. ജനസംഖ്യ പക്ഷേ കൂടി വരികയാണ്. ഇതിൽ കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഒരു വെല്ലുവിളിയാണ്. മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ പുനഃസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിളനിലങ്ങളുടെ വീണ്ടെടുപ്പും പ്രധാനമാണ്. സമഗ്രമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ ഭക്ഷ്യവിഭവങ്ങളുടെ നമ്മുടെ പരാശ്രയത്വം കുറയ്ക്കാനാകൂ. നമ്മളെപ്പോഴും വേറൊരു ഡിസ്ട്രിക്റ്റിനെയാണ് ഇതിനെ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നമ്മൾ തന്നെ അതൊക്കെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതിൽ? പ്രതിസന്ധികൾ നിലക്കാട് ചൂഷണം, കാലാവസ്ഥയുടെ പല മാറ്റങ്ങൾ, വിലനഷ്ടം, ഉൽപ്പാദന ചെലവ്, വിളനഷ്ടമുണ്ട്, സ്ഥലപരിമിതി, പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. അപ്പോൾ ചിത്രത്തിലെ സൂചനകൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. കൃഷിയോടുള്ള സമീപനം കൂടുതൽ ശാസ്ത്രീയമായാൽ പല പ്രശ്നങ്ങളും നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രശ്നവും മറികടക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുക. എന്നിട്ട് കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ് കുറിപ്പ് നമുക്ക് നോക്കാം. ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരം വളക്കൂറുള്ള മണ്ണ്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയാണ് അവശ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവശ്യ മൂലകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സസ്യശരീരങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 20ഓളം മൂലകങ്ങളിനെയാണ് അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ ആവശ്യമൂലകങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭിക്കുന്ന സൂക്ഷ്മജീവി നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ്. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്യാണ്. ജീർണന പ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ പറഞ്ഞ അവശ്യമൂലകം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ NPK നിങ്ങൾക്കറിയാം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫറും. അതിലൂടെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനും കൂടി അവർക്ക് ആവശ്യമുണ്ട്. അത് ആവശ്യമൂലം. കൃഷിയിടങ്ങൾ പയർവർഗ്ഗ സസ്യങ്ങൾ വളർത്തുകൊണ്ടുള്ള ഉപയോഗം നിങ്ങൾ മനസ്സിലായത് കൂടാണ്ട് കൃത്യമായ വളപ്രയോഗം നമുക്ക് കൊടുക്കുന്നത് വഴി മണ്ണിൻ്റെ ഫലപുഷ്ടി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. മണ്ണിൻ്റെ pHൻ്റെ മൂല്യം സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവ്, pH മൂല്യവും മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ബാക്ടീരിയകൾ, കുമിളകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവവർഗ്ഗങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ സൂചകങ്ങൾക്ക് നോക്കാം. മണ്ണിൽ മൂലകങ്ങളുടെ സ്വാഭാവിക ലഭ്യത ഉറപ്പുവരുത്തിയ സൂക്ഷ്മജീവികൾ എന്താ ചെയ്യുക? pHൻ്റെ മൂല്യം, അതുപോലെ തന്നെ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ അത് എന്ത് ചെയ്യുന്നു? ജീർണിപ്പിക്കുന്നു. മണ്ണ് പരിശോധന നടത്തേണ്ട ആവശ്യകത നമുക്ക് വേണ്ടി വിളവിന് വളപ്രയോഗം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട്? മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ കർഷകർ പലതരം വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ രാസവളം, ജൈവവളം, പച്ചിലവളം എന്നിങ്ങനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംശയം തീർക്കാൻ കൃഷി ഉദ്യോഗസ്ഥരെ സമീപിച്ച് ഗീതുവിന് ലഭിച്ച ലഘുരേഖ വായിക്കുക. വളം തരുന്ന ജീവാണുക്കൾ. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. അപ്പോൾ ജീവാണുവളങ്ങളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ വളവ് കൂട്ടാൻ സഹായിക്കുന്നു. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുക? റൈസോബിയം, അസറ്റോബാക്ടർ, ആസോസ്പൈറിലം. മണ്ണിൽ നൈട്രജൻ കൂട്ടാൻ വേണ്ടിയിട്ട് റൈസോബിയം, അസറ്റോബാക്ടർ, ആസോസ്പൈറിലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ റൈസോബിയം, അസറ്റോബാക്ടർ, ആസോസ്പൈറിലം, അതുപോലെ തന്നെ അസോള എന്ന് പറഞ്ഞിട്ടുള്ള ജലസസ്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം നമ്മൾ ജൈവവളം ഉറപ്പുവരുത്തണം. പിന്നെ മതിയായ ജലസേചനം ഉണ്ടാകണം അതിൽ. പിന്നെ രാസവളവും രാസകീടനാശിനികളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കരുത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൂക്ഷ്മജീവികൾ മണ്ണിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം ജൈവവള ലഭ്യത ഉറപ്പാക്കണം, പിന്നെ മതിയായ ജലസേചനം വേണം, പിന്നെ രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കാൻ പാടില്ല. ശാസ്ത്രീയമായ വളപ്രയോഗം എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? അപ്പോൾ മണ്ണിൻ്റെ ഘടനയെ അത് ബാധിക്കും, മണ്ണിൻ്റെ സൂക്ഷ്മജീവികൾ നശിപ്പിക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ വരും, സാമ്പത്തിക ഘടകങ്ങളെ അത് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ സാമ്പത്തിക ഘടകങ്ങളെ ഓൾറെഡി അത് ബാധിക്കും. ഇനി നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കീടങ്ങളുടെ ആക്രമണം. ഇത് മറികടക്കാൻ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നത് സാധാരണയാണ്. അപ്പോൾ കീടങ്ങളെ മുഴുവനായി കൊന്നൊടുക്കുക എന്നതാണ് രാസകീട നിയന്ത്രണ രീതി. കീടങ്ങളെ മൊത്തമായിട്ട് കൊന്നൊടുക്കുകയാണ് രാസകീട നിയന്ത്രണ രീതി. എന്നാൽ കീടങ്ങൾ അതിജീവനശേഷി നേടും. അപ്പോൾ വീര്യം കുറഞ്ഞ രാസകീടങ്ങൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക്. അപ്പോൾ രാസകീടനാശിനികളുടെ അമിതമായ ഉപയോഗം ശരിക്കും പറഞ്ഞ ഒട്ടനവധി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ രോഗികൾ പെരുകുന്നത് രാസവളങ്ങളും രാസകീടനാശിനികളുടെ ഉപയോഗം കൂടുതലായ കാരണമാണ്. അപ്പോൾ ഭൂഗർഭജലത്തിലൊക്കെ കൂടും, വന്നിട്ട് കീടനാശിനികളുടെ സാന്നിധ്യം അതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഈ സാഹചര്യം പ്രകൃതിക്കും ആരോഗ്യത്തിൽ ദോഷകരമല്ലാത്ത കീടനാശിനി പ്രയോഗങ്ങൾ അങ്ങനെ നോക്കാം. അപ്പോൾ ഈ കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും അപ്പോൾ എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത്? അവയെ ഇരയാക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് ഒരു പ്രധാന കാരണം. അപ്പോൾ കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളെ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം. കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം. അപ്പോൾ സംയോജിത കീടനിയന്ത്രണ മാർഗ്ഗം നമുക്ക് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം കീടങ്ങളുടെ പേരുകൾ തടയുകയും വിളനഷ്ടം നഷ്ടപ്പെടാതെ അതിൻ്റെ അവസ്ഥയിൽ കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാനം ശരിക്കും പറയുന്നത്. അപ്പോൾ വലിയ മൊത്തത്തിലായിട്ട് അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാണ്ട് അതിൻ്റെ എണ്ണത്തിനെ പരിമിതപ്പെടുത്തുക, കുറയ്ക്കുക. അതുപോലെ നമുക്ക് ആ കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ക്രോപ്പിനെ, ആ വിളയെ അത് നഷ്ടപ്പെടുത്താണ്ട് തന്നെ അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് സംയോജിത കീടനിയന്ത്രണ മാർഗ്ഗത്തിലൂടെ ഉള്ളത്. കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ചിട്ട് ജൈവ കീടനാശിനികൾ, മിത്രകീടങ്ങൾ, യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്നു. അപ്പോൾ ശരിക്കും ഈ നാച്ചുറലായിട്ടുള്ള എനിമീസ് ഉണ്ടാവും. ഇപ്പോൾ തവളേനെ ഓടിക്കാൻ വേണ്ടി പാമ്പിനെ ഇറക്കുന്നു. അതുപോലെ ഇപ്പോൾ ഇതിൽ തന്നെ പുളിയുറുമ്പിനെ ശരിക്കും ഓടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ചോന്ന ഉറുമ്പിനെ ഇറക്കുമെന്നൊക്കെ പറയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ആവാസവ്യവസ്ഥയിൽ കോട്ടം തട്ടാതെ തന്നെ കീടനിയന്ത്രണം സാധ്യമാണ്. പരിസ്ഥിതി നശിപ്പിക്കാത്ത തരത്തിലുള്ള കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ അഭികാമ്യം സംയോജിത കീടനിയന്ത്രണം കൊണ്ടുള്ള മെച്ചങ്ങളൊക്കെ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആധുനിക സാങ്കേതിക വിദ്യയും കീടനോക്കുക രാസകീടനാശിനി ഉപയോഗിച്ചിട്ട് എന്തുണ്ടാവും? വ്യവസായമായി വളർന്നോടെ ഇതര കീടനിയന്ത്രണ മാർഗ്ഗങ്ങളിലേക്ക് ഗവേഷണങ്ങൾ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് കീടങ്ങളെ അകറ്റാനായിട്ട് പറ്റും. അതുപോലെ സാധാരണ കർഷകരിലേക്ക് അത്തരം സാങ്കേതിക വിദ്യകൾ എത്തിപ്പെട്ടിട്ടില്ല. വികിരണങ്ങൾ ഉപയോഗിച്ചാണ് കീടങ്ങൾ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നതിന് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത. അപ്പോൾ ഫിറമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. അപ്പോൾ ജീവികൾ പുറത്ത് വിടുന്ന ഫെറമോൺ കണികളുടെ സമാന രാസഘടകങ്ങളുടെ കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഫിറമോൺ കണികൾ ചുറ്റും കാറ്റും ചൂടുമായിട്ട് ബാഷ്പീകരിക്കുന്ന വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർക്കുന്നതിൻ്റെ പോരായ്മയാണ്. എന്നാൽ രാസഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഫെറമോൺ കണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ന് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഈ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ സാധാരണ ചില വീടുകളിൽ ഉപയോഗിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫെറമോൺ കണി എന്ന് പറയുമ്പോൾ അത് കൂടുതൽ വ്യാപകമാവുന്നുണ്ട്. അപ്പോൾ ആ സമാന ഘടനയുള്ളത് ഫെറമോൺ കണികളുടെ അതേ സമാന ഘടകങ്ങളുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കീടങ്ങളെ ആകർഷിച്ചിട്ട് അവയെ എന്ത് ചെയ്യും? നശിപ്പിക്കുന്ന രീതിയാണ്. ഫെറമോൺ കണികൾ കാറ്റും ചൂടും ബാഷ്പീകരിച്ച് വെള്ളത്തിൽ ലയിച്ച് പോകുന്നു. ശരിക്കും പെട്ടെന്ന് അത് ഇവാപ്പറേറ്റ് ചെയ്യും. അതതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള ആധുനിക സഹായത്തോടുകൂടി നമുക്ക് പെട്ടെന്ന് അതിനെ വേറെ രീതിയിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ കർഷകർക്ക് കടബാധ്യത, സാമ്പത്തിക ബാധ്യത കൂടുന്നു. മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവനത്തെ ശേഷിയുള്ള കീടങ്ങൾ വരികയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനി ഉപയോഗിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ വളത്തിൻ്റെയും രാസകീടനാശിനിയുമായ ഉപയോഗം താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ക്രമേണ കൃഷിയിടം മൃതഭൂമിയായിട്ട് മാറും. അതായത് നശിച്ചു പോകുന്നു ഉദ്ദേശിക്കുന്നത്. അതിൽ രാജ്യം സുസ്ഥിര കൃഷി എന്ന ആശയം പ്രസക്തമാകുന്നു. വളവും കീടനാശിനി ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഈ രീതി പിന്തുടർന്ന കൃഷിയിടങ്ങൾ വൈവിധ്യമാർന്ന വിളകളുണ്ടാകും. ഒന്നും മാലിന്യമായി അവശേഷിക്കില്ല. ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ വിപണി ആശ്രയത്വം കുറയ്ക്കാനും ഈ മേഖലയിലെ വിലക്കയറ്റത്തിൻ്റെ രക്ഷ നേടാനും കഴിയും. നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണം സാധ്യമാകും. മാറുന്ന കാഴ്ചപ്പാടുകൾ. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസൃതമായി കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഭാഗമായിട്ടാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിപ്പിക്കുന്നത്. ഇതോടൊപ്പം വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വ്യാപകമായി. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വരുന്നതാകിയാൽ ഇതിയെ HEIA അതായത് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാണ് വിളിക്കാം. എന്നാൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെ വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ കൃഷിരീതി വിമർശിക്കപ്പെട്ടു. പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് കൃഷിയെ സുസ്ഥിരമാക്കാൻ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള LEISA ലീസ എന്ന് പറയുന്നത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ള രീതിക്ക് വന്നു. അപ്പോൾ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ മാറിയിട്ട് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ള രീതിക്ക് അംഗീകാരം ലഭിച്ചു. അടിയന്തര ഘട്ടത്തിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിത അളവിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായി ലക്ഷ്യമാക്കുന്നത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതല്ലാത്ത നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ള സാധ്യതയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞത്. ഇത് നമ്മൾ മാലിന്യ സംസ്കരണം നോക്കുമ്പോൾ കമ്പോസ്റ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ബയോഗ്യാസ് ഉൽപ്പാദനം നമുക്ക് നോക്കാം. കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, മത്സ്യത്തീറ്റ നിർമ്മാണം, അതൊക്കെ നമുക്കതിന്ന് അവശിഷ്ടങ്ങളൊന്ന് ഉപയോഗിക്കാം. ഇനി വിളയിക്കാൻ വൈവിധ്യങ്ങൾ. കന്നുകാലി പരിപാലനത്തെ കുറിച്ചാണ് കുറേ വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞത്. കന്നുകാലികളുടെ പല പല ഇനങ്ങൾ. പശുവിൻ്റെ ആണെങ്കിൽ ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂര്. ഹോൾസ്റ്റീൻ ഫ്രീഷ്യനും വെച്ചൂരും. എരുമയാണെങ്കിൽ മുറ, നീലിരവി, ബദാവരി. ആട് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. അപ്പോൾ ജംനാപ്യാരി എന്നുള്ള സിനിമ ഓർമ്മയുള്ളെങ്കിൽ നമുക്ക് ആട് എന്നുള്ള സംഭവം ഓർമ്മ വരും. തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. പശു എന്ന് പറയുമ്പോൾ ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂര് പശു ഭയങ്കര ഫെമിലിയറാണ്. ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യനാണ് പിന്നെയും നമുക്ക് തലയിൽ വരാനൊരു പ്രയാസം. അപ്പോൾ ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ ആൻഡ് വെച്ചൂര്. ഇനി എരുമ, മുറ, നീലിരവി, ബദാവരി. അപ്പോൾ ഇവയൊക്കെ നമുക്ക് പല വെറൈറ്റീസാണ്. ഇനി പക്ഷി പരിപാലനം നമുക്ക് നോക്കാം. മുട്ടയ്ക്ക് മാംസത്തിന് വേണ്ടി പക്ഷികളെ വളർത്തുന്നു. കോഴിയുടെ ഇനങ്ങൾ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. അപ്പോൾ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ ഒക്കെ കോഴി. താറാവിനകളോ ബസ്കവി, ചാര, ചെമ്പല്ലി. ശരിക്കും ചെമ്പല്ലി എന്ന് പറയുമ്പോൾ മീനാണ് ഉദ്ദേശിക്കുന്നത്. താറാവിൻ്റെ ഒരു ഇനമാണ് കേട്ടോ ചെമ്പല്ലി, മസ്കവി, ചാര. കാടയുടെ ഇനങ്ങൾ ജപ്പാനീസ്, ബോബ് വൈറ്റ്. ഇനി സെറികൾച്ചർ നോക്കിയേ. സെറികൾച്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവിക പട്ടിക നിർമ്മാണത്തിന് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന സെറികൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ ചിലപ്പോൾ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൾബറി പട്ടുനൂൽപ്പുഴു, അതുപോലെ തന്നെ ടസർ പട്ടുനൂൽപ്പുഴു, മുഗ പട്ടുനൂൽപ്പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. പിസികൾച്ചറിൽ പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനാണ് പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല എന്നിവയെ അലങ്കാര മത്സ്യം, ഗോൾഡ് ഫിഷ്, ഗപ്പി എന്നിവയെ വളർത്തുന്നു. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ. ചെമ്മീൻ ഇനങ്ങളുടെ പേര് നാരൻ, കാര. നേരത്തെ തന്നെ നോക്കി. പശുവിൻ്റെ ഏതാ വരുന്നത്? ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂര്. എരുമ, മുറ, നീലിരവി, ബദാവരി. ആട് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. കോഴിയിനങ്ങളും നോക്കി. നമ്മൾ ഫ്ലോറികൾച്ചർ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സാണ് ഫ്ലോറി. ആലോചിക്കുക. അതായത് പൂക്കൾ വളർത്തുന്ന രീതി. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, അന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. എപ്പികൾച്ചർ എന്ന് പറയുമ്പോൾ തേനീച്ച വളർത്തുന്നതാണ് എപ്പികൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തുന്ന പോഷകമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. അപ്പോൾ കോലൻ, അതുപോലെ മെല്ലിഫോറ, ഞൊടിയൻ ഇനത്തിൽപ്പെട്ട തേനീച്ചകളൊക്കെയാണ് സാധാരണയായിട്ട് വളർത്തുന്നത്. അപ്പോൾ കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ എന്നുള്ള ഇനത്തിൽപ്പെട്ട തേനീച്ചകളെ നമ്മൾ വളർത്തുന്നു. ക്യൂണിക്കൾച്ചർ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായ മുയലുകളെ വളർത്തുന്ന ക്യൂണിക്കൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായിട്ട് ഗ്രേ ജൈൻറ്റ്, വൈറ്റ് ജൈൻറ്റ് എന്നിവയുള്ള ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറയെ രോമത്തിനായിട്ടാണ് വളർത്തുന്നത്. ഗ്രേ ജൈൻറ്റ്, വൈറ്റ് ജൈൻറ്റ് തുടങ്ങിയിട്ടുള്ളതും അങ്കോറ രോമത്തിനായിട്ട് വളർത്തുന്നു. ഈ മഷ്റൂം കൾച്ചർ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ്. പോഷകമൂല്യമുള്ള സ്വാദിഷ്ടമായൊരു ഭക്ഷ്യമാണ് കൂൺ. പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത്. ഹോർട്ടിക്കൾച്ചർ നോക്കാം. അതിൽ ഫ്രൂട്ട്സും പച്ചക്കറിയാണ് ഹോർട്ടിക്കൾച്ചറിൽ വരുന്ന. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയൻ തുടങ്ങിയ അന്യ പ്രദേശ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്.
ഇനി ഔഷധ സസ്യകൃഷി നമുക്ക് നോക്കാം. ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ ആയുർവേദത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ സസ്യകൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയ കൃഷിയിടങ്ങളിൽ വളർത്താവുന്നതാണ്. ആദ്യം എന്താ ഫിസിക്കൾച്ചർ, പിന്നെ ആപ്പിക്കൾച്ചർ, മഷ്റൂം കൾച്ചർ, കന്നുകാലി പരിപാലനം, പിന്നെ എന്താ റാബിറ്റിൻ്റെ എന്താ വരുന്നത് ക്യൂണിക്കൾച്ചർ അല്ലേ, ക്യൂണിക്കൾച്ചർ, പിന്നെ പട്ടുനൂല് സെറികൾച്ചർ. ഇതൊക്കെ എഴുതാം. എന്തൊക്കെയാണ് അതിൻ്റെ ഇനങ്ങളെന്നും കൂടിയും അവിടെ എഴുതാം. കൃഷിക്കാരെ വരൂ ഇനി ഹൈടെക് ആകാം. എങ്ങനെ? പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. ആധുനിക കൃഷി രീതിയിൽ പിന്തുടർന്ന് ഉൽപ്പാദനം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. കളകളെയും കീടങ്ങളെയും നിയന്ത്രിക്കാം. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന മറ്റു പ്രതിസന്ധിയാണ് കാലാവസ്ഥ മാറ്റം. പ്രവചനാതീതമായ കാലാവസ്ഥ പരമ്പരാഗത കൃഷിരീതികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ ഉതകുന്ന ആധുനിക കൃഷിരീതികൾ ഇന്നും പ്രചാരം നേടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില കൃഷിരീതികൾ പരിചയപ്പെടുന്നു. അപ്പോൾ അതിൽ പോളി ഹൗസ് ഫാമിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. പോളിത്തീൻ പോലെയുള്ള ട്രാൻസ്പെറൻറ്റ് സുതാര്യമായ ഷീറ്റ് കൊണ്ട് നമുക്ക് കൃഷിസ്ഥലം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ട് നമ്മൾ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളി ഹൗസ്. പോളി ഹൗസിൻ്റെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കുന്നതിനാൽ എന്തുണ്ടാവും? സസ്യവളർച്ച വേഗത്തിലാവും. അപ്പോൾ വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ചിട്ട് തുള്ളി നനയിലൂടെ നമ്മൾ നൽകുന്നു. അപ്പോൾ പോളി ഹൗസിൻ്റെ വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നതിൽ കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കും. അപ്പോൾ തുടക്കത്തിൽ ചിലവ് കയറും, പക്ഷേ സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കുറേ നമുക്ക് വിളവ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താ ഉണ്ടാവണം? അതിൽ താപവും ഈർപ്പൊക്കെ നമ്മൾ സ്ഥിരമായി ക്രമീകരിച്ചിട്ട് സസ്യവളർച്ച പെട്ടെന്നാക്കുക, അതിൽ പോഷകങ്ങളൊക്കെ തെളിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പോളി ഹൗസ് ഫാമിംഗ് നടക്കുന്നത്. ഇനി പ്രിസിഷൻ ഫാമിംഗ് നമുക്ക് നോക്കുമ്പോൾ കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിൻ്റെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്ദ്രത എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പ്രദേശങ്ങൾ നോക്കിയിട്ട് അവിടുത്തെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് ക്രോപ്പ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുന്നതാണ് പ്രിസിഷൻ ഫാം. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും നമുക്ക് അതിലൂടെ സാധിക്കും. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുമ്പോൾ പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വലിയ കളകളൊന്നും വരാണ്ടിരിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇനി മണ്ണില്ലാണ്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയെങ്കിൽ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥ മാറ്റം, മണ്ണിൻ്റെ ഘടനാമാറ്റം, ജലസേചന സൗകര്യമില്ലായ്മ, ഇതൊക്കെ നമുക്ക് അതിജീവിക്കാൻ മണ്ണിലാണ് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ എന്താ? പോഷക ലായനിയിൽ ചെടികളെ വളർത്തുന്നത് ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിൽ നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം വിളനഷ്ടം കുറയ്ക്കാനുള്ള ആധുനിക കൃഷിയെ സഹായകമാകുന്നതും എങ്ങനെ എന്നാണ്. അപ്പോൾ അതിൽ ഈ രണ്ട് തരത്തിലുള്ള ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും നമുക്ക് പറയാം. പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ മെയിൻമകൾ എന്തൊക്കെയാണ്? പ്രിസിഷൻ എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ മൊത്തം pH ഒക്കെ നോക്കി അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. മണ്ണിനെ ആശ്രയിക്കാതെ കൃഷി സാധ്യമാകുന്നത് എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും. ഉൽപാദന വർദ്ധനവിന് പ്രയോജനപ്പെടുത്തുന്ന ആധുനിക കൃഷിരീതികൾ പല പരിമിതികളുണ്ട്. പരമ്പരാഗത കൃഷികളിൽ മടങ്ങുന്നതാണ് പ്രകൃതിക്ക് മനുഷ്യന് ഗുണകരമെന്ന വാദങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ പരമ്പരാഗത കൃഷി ഉപയോഗിച്ചിരുന്ന നാടൻ ഇനങ്ങളാണ്. അപ്പോൾ ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ വരുമ്പോഴാണ് നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതുണ്ടോ എന്നുള്ള അഭിപ്രായങ്ങളെ കുറിച്ചിട്ട് ശേഖരിക്കാനാണ് പറഞ്ഞേക്കണേ. നാളേക്ക് വേണം നാട്ടിനങ്ങൾ. ഇതിലെ ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത, മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലങ്ങൾ ആർജിച്ച് പ്രകൃതിയ പ്രതിരോധശേഷി നേടി നിലനിൽക്കുന്നവയാണ് പ്രദേശത്തെ നാടൻ ഇനങ്ങൾ. ഉൽപ്പാദനം കുറയുമെങ്കിലും ഉയർന്ന പ്രതിരോധശേഷിയുള്ളതും പരിചരണ ചെലവ് കുറഞ്ഞതുമായ നാടൻ കന്നുകാലി ഇനങ്ങളും വൈവിധ്യമാർന്ന രുചികളും പോഷകങ്ങളും നൽകുന്ന വിളകളും നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. നമ്മുടെ തനത് സത്തായിരുന്ന പല കിഴങ്ങ് വർഗ്ഗങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കാച്ചിൽ, ചേമ്പ്, കൂവ തുടങ്ങിയ നമ്മുടെ ഭക്ഷ്യശീലങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയി. ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ കൃഷി എളുപ്പമുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ഇത്തരം വിളകൾ വംശമറ്റ് പോകുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സ്വത്താണ് ലാഭം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ജൈവസമ്മർദ്ദത്തിൻ്റെ ശോഷണത്തിന് കാരണമാകുന്നു. പ്രകൃതിയുടെ പരീക്ഷണം അതിജീവിച്ച് ഗുണമേന്മയുള്ളത് മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിളകൾ: മാവ്, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ; വാഴ, ഞാലിപ്പൂവൻ, പാളയംകോടൻ; പശു, വെച്ചൂര്, കാസർഗോഡ് കുള്ളൻ; പിന്നെ ഇത് പിടിച്ചത് ജേഴ്സി. ഇങ്ങനെ കുറേ. ആട്, മലബാർ, അട്ടപ്പാടി ബ്ലാക്ക്. അപ്പോൾ കർഷകർക്ക് ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി കൂടിയാണ് കൃഷി. കർഷകർ നേരിടുന്ന പ്രതിസന്ധിയാണല്ലോ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും ഇടനിലക്കാരുടെ ചൂഷണവും. ഇങ്ങനെ മറികടക്കാം. ഓരോരോ കൂട്ടായ്മകളെ കുറിച്ച് പറയുന്നുണ്ട്. താങ്ങാവുന്ന കൂട്ടായ്മകൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്
ഇവിടെ പറയണത്. നമുക്ക് ചില കൃഷിയിടങ്ങളിൽ ഓരോ കൂട്ടായ്മ ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരെ കണ്ടെത്തി ഉയർന്നവ ലഭ്യമാക്കാനും ഓൺലൈൻ കൂട്ടായ്മകൾ സഹായിക്കുന്നു. പിന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരിൽ അത് നേരിട്ട് വിൽക്കാനും വാങ്ങാനും സൗകര്യങ്ങൾ ഒരുക്കുന്ന കർഷക സംഘടനകൾ സജീവമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടനിലക്കാരുടെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാം. കുരുമുളക്, നാളികേരം, അടയ്ക്ക, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ വിഭവങ്ങൾ സംഭരിക്കാനുള്ള സൗകര്യവും വിപണിയോടൊപ്പം ഒരുക്കുന്നുണ്ട്. സംഭരിക്കുന്ന വിഭവങ്ങൾ നല്ല വില ലഭിക്കുന്ന അവസരം നോക്കി വിറ്റഴിക്കുക വഴി കർഷകർക്ക് ഉയർന്ന വില ലഭ്യത ഉറപ്പുവരുത്താം. കൃഷി ഇറക്കാൻ കുറഞ്ഞ പലിശയിൽ വായ്പയും ലഭിക്കും. നേരത്തെ ഓൺലൈനിൻ്റെ കാര്യം പറഞ്ഞു. ഇനി കാർഷികമായ ആദായം സുസ്ഥിരമാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ നിലനിർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റ് തൊഴിൽ മേഖല വ്യാപൃതനാവാൻ പരിമിതമായിട്ടെങ്കിലും കൃഷി ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക എന്നുള്ള ആശയമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു ഡയറി കുറിപ്പാണ് കൊടുത്തേക്കണേ. കൃഷി ഓഫീസർ നിർദ്ദേശിച്ച മണ്ണ് പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുമ്മായം ചേർത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. പച്ചക്കറികൾ അവിടെയുള്ള കായ്ച്ചാക്രമണം അതൊക്കെ വേര കഷായം ഉപയോഗിക്കാൻ ഇതായി. അപ്പോൾ ഇതിൽ കൃഷി സമൂഹം എല്ലാവരുടെയും എന്നിട്ട് പറയണം അതിൻ്റെ ഉള്ളിൽ വിലയെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് ശാസ്ത്രത്തിൻ്റെ രീതി? പ്രശ്നം തിരിച്ചറിയുക, നിരീക്ഷണം, പരീക്ഷണം തുടങ്ങിയ വിവിധ മാർഗങ്ങളുടെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, അത് വിശകലനം ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ പറയണത്. ഇനി ശാസ്ത്രീയ രീതി പ്രയോഗവൽക്കരിക്കുന്നതിന് കർഷകനൊരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാണെന്ന് ബോധ്യമായല്ലോ. ഈ ശാസ്ത്രജ്ഞനാണ് ഏത് സമൂഹത്തെ നിലനിർത്തുന്നത്, മറ്റാരെയും അംഗീകാരത്തിന്. അപ്പോൾ എന്താണ് കർഷകരുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജോലിക്കിടയിൽ ഒറ്റയ്ക്കും കൂട്ടമായും കൃഷി ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നു. സൺഡേ ഫാമിങ്, കുടുംബകൃഷി തുടങ്ങിയ പേരുകളിലാണ് ഇതൊക്കെ സജീവമായിട്ടുള്ളത്. തരിശു നിലങ്ങൾ, വെറുതെ കിടക്കുന്ന നിലങ്ങൾ വിനിയോഗിക്കുക. വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് അതിൽ കിട്ടും. ശരീരത്തിന് വ്യായാമമാവും. പിന്നെ മാനസിക ഉല്ലാസമൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ വിഷമയമായ ഭക്ഷണം കൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റി നല്ല ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും നമുക്ക് അവസാനം ഒരു മെസ്സേജ് പോലെ ഈ പാഠഭാഗത്ത് നൽകുന്നത്. അതുപോലെ തന്നെ സ്ഥലപരിമിതി, വിത്തിൻ്റെ ലഭ്യത, പരിചരണം സംബന്ധിച്ച് അറിവില്ലായ്മ, ചിത്രങ്ങളും പത്രവാർത്തകളും കൊളാഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഒരു മട്ടുപ്പാവ് കൃഷി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രോ ബാഗിലെ കൃഷി, വെർട്ടിക്കൽ ഫാമിങ്, ഇങ്ങനെ പല രീതികളിലൂടെ നമുക്ക് കൃഷിയുമായി ഏത് സാഹചര്യത്തിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും മികവ് പുലർത്തുന്ന അംഗീകരിക്കാനും ആദരിക്കാനും അവാർഡുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കാലാവസ്ഥ മാറ്റത്തിന് ഏറ്റവും പറ്റിയതാണ് ഹൈഡ്രോപോണിക്സും പോളി ഹൗസ് ഫാമിങ്ങും. പരിസ്ഥിതിനാശം, ആരോഗ്യപ്രശ്നം, ശാസ്ത്രീയ വളപ്രയോഗം, സംയോജിത കിടനിയന്ത്രണം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ മാർഗ്ഗങ്ങൾ ഇവിടെ നിർദ്ദേശിക്കാം. നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുൻ ക്ലാസ്സിലെ പാഠവുമായി ബന്ധപ്പെട്ട അറിവുകളും അനുഭവങ്ങളൊക്കെ നോക്കുക. എന്നിവിടങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് സെമിനാർ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം സാക്ഷാത്കരിക്കാൻ നമ്മളാകുന്നത് നമുക്കിവിടെ ചെയ്യാനായിട്ട് അനുഭവക്കുറിപ്പുകളൊക്കെ ചെയ്യാൻ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് അവസാനം കൊടുത്തിരിക്കുന്നത്. ശരിക്കായിട്ട് ഇതിൽ പറയാനുള്ള മറ്റേ ഭാഗത്ത് എന്തൊക്കെ കൃഷി രീതികൾ ഏതൊക്കെയാണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നത്, പോളി ഹൗസ് ഫാമിങ്ങും പ്രിസിഷൻ ഫാമിങ്ങിനെയും കുറിച്ചിട്ട്, അതുപോലെ തന്നെ പക്ഷി പരിപാലനം, മഷ്റൂം കൾച്ചർ, ഇതൊക്കെ അതിൻ്റെയൊക്കെ പേരുകൾ പഠിക്കുക. ഹോർട്ടിക്കൾച്ചർ, മഷ്റൂം കൾച്ചർ, ക്യൂണിക്കൾച്ചർ, എപ്പിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, പിസിക്കൾച്ചർ, സെറിക്കൾച്ചർ, പിന്നെ പല ഇനങ്ങൾ. മുറ എന്തിൻ്റെ വെറൈറ്റിയാണ്? നീലിരവി, ബദാവരി, തലശ്ശേരി, ജംന, പ്യാരി, ബോയർ, അതുപോലെ തന്നെ ജേഴ്സി, ഹോൾസ്റ്റീൻ ഫിഷ്, അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ, ഇതൊക്കെ എന്താണ്? മസ്കവി, ചാര, ചെമ്പല്ലി, ജാപ്പനീസ് ബോംബോയിട്ടൊക്കെ എന്തിൻ്റെയാണ് ഇനങ്ങൾ? കാടയിനങ്ങളുടെയാണ് അതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കണം. സംയോജിത കീടനിയന്ത്രണമാകും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ താങ്ക് യു. അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.